IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പോലീസിന് നിർണായക തെളിവുകൾ ലഭിച്ചു. ആത്മഹത്യ ചെയ്ത യുവതിയുടെ ഫോണിന്റെ പാസ്വേഡ് ലഭിച്ചതാണ് ഈ കേസിൽ വഴിത്തിരിവായി മാറിയത്. കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ ഈ ഫോണിലുണ്ട്. അതേസമയം പ്രതി സുഗാന്തിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. കേരളം സമീപകാലത്തൊന്നും ഒരു ആത്മഹത്യ ഇത്രമേൽ ചർച്ച ചെയ്തിട്ടില്ല. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ ട്രെയിനിന് മുൻപിൽ ജീവനൊടുക്കിയ സംഭവം ഇപ്പോഴും അന്വേഷണ ഘട്ടത്തിലാണ്. പ്രണയബന്ധം തകർന്ന മനോവിഷമത്തിൽ യുവതി മരണം വരിച്ചുവെന്നാണ് കേസ്. പക്ഷേ പോലീസിന് മുൻപിൽ ഒന്നൊന്നായി തെളിഞ്ഞു വന്ന തെളിവുകൾ പരിശോധിക്കുമ്പോൾ സമാനതകളില്ലാത്ത കേസായി ഇത് മാറുകയാണ്. ഈ സംഭവം പ്രണയവും വഞ്ചനയും സാമ്പത്തിക ചൂഷണവും ലൈംഗിക പീഡനവും എല്ലാം ചേർന്ന സങ്കീർണമായൊരു കേസ്. അന്വേഷണം പുരോഗമിക്കും തോറും കേസിലെ പ്രതി സുഗാന്ത് സുരേഷ് എന്ന IB ഉദ്യോഗസ്ഥന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുകയാണ് പൊതുസമൂഹത്തിന് മുൻപിൽ. അന്ന് രാവിലെ തലസ്ഥാന നഗരം തിരക്കുകളിലേക്ക് കടന്നത് ഒരു മരണവാർത്ത കേട്ടുകൊണ്ടാണ്. ചാക്ക മേൽപ്പാലത്തിന് സമീപം ഈ റെയിൽവേ ട്രാക്കിൽ ഒരു യുവതി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത. ട്രെയിൻ കയറി രണ്ടായി പിളർന്ന ശരീരം. ആദ്യം പോലീസ് കരുതിയത് ഏതോ ഒരു യുവതി ഏതോ കാരണത്താൽ ആത്മഹത്യ ചെയ്തു എന്നാണ്. എന്നാൽ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ആ മൃതദേഹത്തിൽ നിന്ന് ലഭിച്ച ID കാർഡ്, അതിൽ നിന്ന് പോലീസ് വായിച്ചു ചേർത്തത് ആ യുവതിയുടെ സുദീർഘമായ കഥയുടെ തുടക്കം. അന്ന് രാവിലെ ട്രെയിൻ വരുന്നതും കാത്ത്, മരണം വരുന്നതും കാത്ത് അവൾ ഈ ട്രാക്കിൽ ഇവിടെ ഇങ്ങനെ നിന്നിരിക്കാം. ജീവിതത്തിനും മരണത്തിനുമിടയിൽ ആ നിമിഷം നിർമ്മിക്കപ്പെട്ട നൂൽപാലത്തിൽ നിന്ന് അവളെ രക്ഷിക്കാൻ കഴിയുമായിരുന്ന ഒരാളുണ്ടായിരുന്നു. ട്രെയിനിന് മുന്നിലേക്ക് ചാടും മുമ്പ് അവൾ അയാളുമായിട്ടാണ് മൊബൈൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നത്. മറുതലക്കിൽ നിന്ന് പ്രതീക്ഷയുടെ ഒരു വാചകമെങ്കിലും കേട്ടിരുന്നെങ്കിൽ അവൾ ഇന്നും ജീവിച്ചിരിക്കുമായിരുന്നു. അതിക്രൂരമായി അവളെ മരണത്തിലേക്ക് പറഞ്ഞയച്ച ആ വ്യക്തിയാണ് ഈ കഥയിലെ വില്ലൻ. അയാളിന്ന് പോലീസ് കസ്റ്റഡിയിലാണ്. അന്വേഷണത്തിന്റെ ചോദ്യമുനയിലാണ്. അയാൾ അവളുടെ കാമുകനായിരുന്നു. അവൾ സ്വന്തം ജീവിതത്തിൽ ഒപ്പം കൂട്ടാൻ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു. അവളെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു എന്ന കുറ്റത്തിന് ആ കേസിൽ പ്രതിയാക്കപ്പെട്ട സുഗാന്ത് സുരേഷ്. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിന്റെ കാരണം ആദ്യഘട്ടത്തിൽ അവ്യക്തമായിരുന്നു. മരണം നടന്ന സ്ഥലത്ത് നിന്ന് പോലീസിന് പ്രത്യേകിച്ച് ആത്മഹത്യാക്കുറിപ്പ് പോലെയുള്ള തെളിവുകളും ലഭിച്ചില്ല. ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നതുകൊണ്ട് ആത്മഹത്യ എന്ന് വ്യക്തമായിരുന്നു. ID കാർഡിൽ നിന്നാണ് ആളെ തിരിച്ചറിഞ്ഞത്. വിവരമറിഞ്ഞെത്തിയ ബന്ധുക്കൾക്കും മരണകാരണം എന്ത് എന്ന് വ്യക്തമായില്ല. ആദ്യത്തെ ദിവസം നമ്മൾ പോകുമ്പോൾ ആരാണെന്ന് നമുക്കൊരു വ്യക്തതയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ അപകടം നടന്നു, നമ്മളിവിടെ വന്നിട്ട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് തിരിച്ചങ്ങ് പോവുക ചെയ്ത്. അന്നേരം നമ്മൾ പരാതി കൊടുത്തില്ല. പക്ഷെ അന്നേരം നമ്മുടെ കയ്യിൽ ഒരു എവിഡൻസും ഇല്ല കൊടുക്കാൻ. സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞു. മകൾ നഷ്ടപ്പെട്ടതിന്റെ ആഘാതത്തിലായിരുന്ന ആ കുടുംബത്തിന്റെ ചിന്തയിലേക്ക് മരണകാരണം എന്ത് എന്ന ചോദ്യം ഉയർന്നു വന്നു. മകളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിച്ചതോടെ സംശയം ഒരു പേരിലേക്ക് നീണ്ടു. മകൾക്കൊപ്പം ജോലി ചെയ്യുന്ന, വിവാഹം കഴിക്കാൻ തയ്യാറായി വന്ന സുഗാന്ത് സുരേഷ്. അടക്കം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാങ്കിൽ പോയിട്ട് രേഖകൾ പരിശോധിച്ചപ്പോഴാണ് പുള്ളിയുടെ പേര് ഉൾപ്പെടെ ഇത് വെളിയിൽ കൊണ്ടുവരാൻ പറ്റുന്ന രേഖകൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞ അക്കൗണ്ടുകളൊക്കെ പരിശോധിച്ചപ്പോൾ പല സ്ഥാപനങ്ങളിലും പോയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് അവിടെ നിന്നെല്ലാം കിട്ടി. അങ്ങനെയാണ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പരാതി കൊടുത്തത്. അതുവരെ നമ്മൾ അദ്ദേഹത്തിൻ്റെ പേര് പരാതി കൊടുത്തിരുന്നില്ല. ശമ്പളമായി മകളുടെ അക്കൗണ്ടിലേക്ക് വന്ന പണമെല്ലാം സുഗാന്തിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്നു. സാമ്പത്തികമായി ചൂഷണം നടന്നുവെന്ന് ബോധ്യപ്പെട്ട ഉടൻ തന്നെ കുടുംബം തിരുവനന്തപുരം പേട്ട പോലീസിനെ ഇക്കാര്യം അറിയിച്ചു. എന്നാൽ IB ഉദ്യോഗസ്ഥനായ സുഗാന്തിനെതിരെ അന്വേഷണം ആരംഭിക്കാൻ ആ ഘട്ടത്തിൽ പോലീസ് തയ്യാറായില്ല. സാധൂകരിക്കപ്പെടുന്ന തെളിവില്ലാതെ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ എങ്ങനെ അന്വേഷണം ആരംഭിക്കുമെന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു പോലീസ്. അസ്വാഭാവിക മരണമെന്ന FIR-ൽ തളച്ചിടപ്പെട്ടു ആ കേസ്. ഈ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പോലീസ് സ്വീകരിച്ച തണുപ്പൻ മട്ട് കേസിന്റെ അന്വേഷണത്തെ ആകെ ബാധിച്ചു. ആ മരണത്തിൽ പങ്കുണ്ടെന്ന് പോലീസ് തിരിച്ചറിഞ്ഞ നിമിഷം അയാൾ കാണാമറയത്തായി. കുറ്റാന്വേഷണത്തിന്റെ എല്ലാ തന്ത്രമന്ത്രങ്ങളും അറിയാവുന്ന IB ഉദ്യോഗസ്ഥനാണ് അയാളെന്ന് പോലീസ് മറന്നു. ഫലം, പോലീസും കള്ളനും കളിയിൽ സുഗാന്ത് സുരേഷ് വിജയിച്ചു. വിവാഹ വാഗ്ദാനം നൽകി സുഗാന്ത് ലൈംഗികമായ യുവതിയെ ചൂഷണം ചെയ്തുവെന്ന് കുടുംബം തന്നെ നേരിട്ട് തെളിവുകൾ കൈമാറിയപ്പോഴാണ് പോലീസിന് സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാകുന്നത്. ചെറിയ മീനല്ല സുഗാന്ത് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. അന്വേഷണത്തിന്റെ ഭാഗമായി നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ സുഗാന്തിന് നോട്ടീസ് നൽകി. എന്നാൽ മറുപടി ഉണ്ടായില്ല.
തിരുവനന്തപുരം പേട്ട പോലീസ് സുഗാന്തിനെ അന്വേഷിച്ച് മലപ്പുറത്തെ വീട്ടിലെത്തി. അയാൾ സകുടുംബം മുങ്ങിയതായി പോലീസ് തിരിച്ചറിഞ്ഞു. സുഗാന്ത് സുരേഷിനെ പോലീസ് കേസിൽ പ്രതി ചേർത്തു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി എഫ്ഐആർ പരിഷ്കരിക്കാനുള്ള റിപ്പോർട്ട് കോടതിയിൽ നൽകി. സുഗാന്തിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാജ്യം വിടാതിരിക്കാൻ ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കി. സുഗാന്തിന്റെ കൊച്ചിയിലെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ മൊബൈൽ ഫോണും ലാപ്ടോപ്പും ആത്മഹത്യ ചെയ്ത യുവതിയുടെ ക്രെഡിറ്റ് കാർഡുകളും കണ്ടെടുത്തു. സുഗാന്തിനെ കണ്ടെത്താൻ ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണറുടെ സ്ക്വാഡിലെ SI-മാർ നിയോഗിക്കപ്പെട്ടു. തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും പ്രത്യേക സംഘങ്ങൾ. ചില സൂചനകളുടെ പേരിൽ തമിഴ്നാട്ടിലെ ആശ്രമങ്ങളിലടക്കം പരിശോധനകൾ നടത്തി. ഫലം ശൂന്യം. സുഗാന്തിന്റെയും കുടുംബത്തിന്റെയും പൊടി പോലും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. മരണപ്പെട്ട യുവതിയെ സുഗാന്ത് ചൂഷണം ചെയ്തതിന്റെ കൂടുതൽ രേഖകൾ പോലീസിന് ലഭിച്ചു. യുവതി ഗർഭഛിദ്രം ചെയ്തതിന്റെ തെളിവായിരുന്നു അതിലൊന്ന്. സുഗാന്തിൽ നിന്നാണ് യുവതി ഗർഭം ധരിച്ചതെന്ന് ഡോക്ടർ മൊഴി നൽകി. യുവതിയുടെ കോൾ ഡീറ്റെയിൽസും പോലീസിന് ലഭിച്ചു. മരണത്തിന് തൊട്ടു മുൻപും യുവതി സുഗാന്തിനെയാണ് വിളിച്ചിരുന്നതെന്ന് ആ രേഖ വ്യക്തമാക്കുന്നു. 6 മാസത്തോളമായി യുവതിയുടെ ശമ്പളം അപ്പാടെ സുഗാന്തിന്റെ അക്കൗണ്ടിലേക്കാണ് മാറ്റുന്നതെന്ന തെളിവും പോലീസിന് ലഭിച്ചു. ഇത്രയൊക്കെ തെളിവ് ലഭിച്ചിട്ടും സുഗാന്ത് എവിടെയെന്ന ചോദ്യത്തിന് മാത്രം പോലീസിന് ഉത്തരമുണ്ടായില്ല. അയാൾ ഒളിവിലിരുന്ന് തന്നെ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എറണാകുളത്തെ പ്രമുഖനായ അഭിഭാഷകനായിരുന്നു സുഗാന്തിന്റെ ജാമ്യത്തിന് വേണ്ടി കോടതിയിലെത്തിയത്. ഇതിനിടയിൽ സുഗാന്തിനെയും കുടുംബത്തെയും രക്ഷപ്പെടാൻ സഹായിച്ചത് അയാളുടെ അമ്മാവൻ മോഹനാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. അമ്മാവനെ കേസിൽ 2ാം പ്രതിയാക്കി. സുഗാന്തും കുടുംബവും രക്ഷപ്പെടാൻ ഉപയോഗിച്ച ബ്രസ കാർ പാലക്കാട് നിന്ന് കസ്റ്റഡിയിലെടുത്തു. ഇതിനിടയിൽ നാടകീയമായി സുഗാന്തിന്റെ മാതാപിതാക്കൾ നാട്ടിൽ തിരിച്ചെത്തി. അപ്പോഴും സുഗാന്ത് ഒളിവിൽ തന്നെ. 2 മാസം പോലീസ് സുഗാന്തിനു വേണ്ടി കേരളത്തിന് അകത്തും പുറത്തും തേടി നടന്നു. സുഗാന്തും മരണപ്പെട്ട യുവതിയും ഒന്നിച്ചാണ് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയിൽ ചേരുന്നത്. രാജസ്ഥാനിൽ ഒന്നിച്ചായിരുന്നു ട്രെയിനിങ്. അതിനിടെ പരസ്പരം ഇഷ്ടപ്പെട്ടു. ഒരേ ജോലി തന്നെ ആയിരുന്നതുകൊണ്ട് സുഗാന്തിനെ തന്നെ പങ്കാളിയാക്കാൻ അവൾ ആഗ്രഹിച്ചു. വിവാഹ താല്പര്യം അവൾ വീട്ടിലറിയിച്ചു. മാതാപിതാക്കൾക്ക് എതിർപ്പുണ്ടായിരുന്നില്ല. വിവാഹകാര്യങ്ങൾ സംസാരിക്കാൻ സുഗാന്തിന്റെ കുടുംബത്തെ അവർ വീട്ടിലേക്ക് ക്ഷണിച്ചു. പക്ഷേ അസ്വാഭാവികമായൊരു ഒഴിഞ്ഞുമാറ്റം അവരിൽ പ്രകടമായിരുന്നു. IB ഉള്ള ഒരാളുടെ വിവരങ്ങളൊന്നും ആരും പുറത്തു വരില്ല. മോളുടെ കാര്യങ്ങളാണെങ്കിൽ മോളാണ് ഇദ്ദേഹത്തെ പറ്റി ഒന്നും പറയില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇത് വിവാഹത്തിന് ഇവർക്ക് താമതയാണ്. അവിടെ ഒരു കൊച്ചിയിലുള്ള ആളുമായിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ അവിടുന്ന് വീട്ടുകാരോട് വരാൻ പറഞ്ഞു. പക്ഷേ വീട്ടുകാർ വരാൻ പറയുമ്പോഴാണ് തടസ്സങ്ങൾ ഓരോന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി. അവസാനം മോളുടെ അമ്മയ്ക്ക് ഒരു മെസ്സേജ് അയച്ചു. എനിക്കിതിൽ താല്പര്യമില്ല, പിന്മാറാൻ അവളോട് ആവശ്യപ്പെടാൻ പറഞ്ഞ് ഒരു മെസ്സേജ് വന്നു. അതാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നം അവക്കാക്കിയെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതായത് അവൻ ഒഴിഞ്ഞു പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ആ ഒഴിഞ്ഞുമാറലാണ് എല്ലാം തകിടം മറിച്ചത്. പണവും ശരീരവും കവർന്നെടുത്ത ശേഷം തന്നെ അയാൾ ജീവിതത്തിൽ നിന്ന് അങ്ങനെ ഒഴിവാക്കുമെന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അത്രയും ക്രൂരമായ ഒരു അനുഭവം അവൾക്ക് താങ്ങാനാവുമായിരുന്നില്ല. അതുകൊണ്ടാണ് അവൾ മരണം തിരഞ്ഞെടുത്തത്. ഉജ്ജ്വലമായൊരു ഭാവിയുണ്ടായിട്ടും ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. സുഗാന്തും ആ യുവതിയും തമ്മിലുള്ള ടെലഗ്രാം ചാറ്റ് മാത്രം മതി ആ മരണത്തിൽ അയാളുടെ പങ്ക് തെളിയിക്കാൻ. പോലീസ് കണ്ടെടുത്ത സുഗാന്തിന്റെ ഐഫോണിൽ നിന്നാണ് ആ നിർണായക ചാറ്റ് ലഭിച്ചത്. ആ ചാറ്റ് ഇങ്ങനെ വായിക്കാം. ചാറ്റിൽ കുറച്ചു വരികൾ മാത്രമാണെങ്കിലും സുഗാന്ത് എന്തുമാത്രം ഹീനതയോടെയാണ് യുവതിയോട് പെരുമാറിയതെന്ന് വ്യക്തം. മാത്രമല്ല, പ്രണയബന്ധം തകർന്ന യുവതിയെ എങ്ങനെയാണ് അയാൾ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നും ഈ ചാറ്റിൽ വായിച്ചെടുക്കാൻ കഴിയും. എനിക്ക് നിന്നെ വേണ്ട എന്ന് സുഗാന്ത് ടെക്സ്റ്റ് ചെയ്തപ്പോൾ യുവതിയുടെ മറുപടി എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കേണ്ട എന്നാണ്. നീ ഒഴിഞ്ഞാലേ എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് സുഗാന്ത്. അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് യുവതി. നീ ചാവണമെന്ന് സുഗാന്തിന്റെ മറുപടി. തൊട്ടു പിന്നാലെ എപ്പോൾ ചാകുമെന്ന് സുഗാന്തിന്റെ മറുചോദ്യം. ആ ചോദ്യം തുടരെ ചോദിച്ചിട്ടും ആദ്യം മറുപടിയില്ല. ഒടുവിൽ യുവതി ടെക്സ്റ്റ് ചെയ്തിരിക്കുന്നു, ഞാൻ ഓഗസ്റ്റ് 9 മരിക്കും. അയാളുടെ സമ്മർദ്ദത്തിൽ അവൾ മരിക്കാൻ തീരുമാനിച്ചുവെന്ന് വ്യക്തം. പക്ഷേ ഓഗസ്റ്റ് വരെ കാത്തില്ല. മാർച്ചിൽ തന്നെ തിരുവനന്തപുരത്ത് ട്രെയിനിന് മുന്നിൽ ജീവനൊടുക്കി. സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. മുൻകൂർ ജാമ്യാപേക്ഷ നിരസിക്കപ്പെട്ടെന്നറിഞ്ഞ് നിമിഷങ്ങൾക്കകം പ്രതി സുഗാന്ത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. വിവരമറിഞ്ഞ് തിരുവനന്തപുരം പേട്ട പോലീസ് എറണാകുളത്തേക്ക് കുതിച്ചു. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി. പിറ്റേന്ന് രാവിലെ 11:45 തിരുവനന്തപുരത്ത് എത്തിച്ച പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അങ്ങനെ 2 മാസം പോലീസിനെ വട്ടം ചുറ്റിച്ച് നടന്ന പ്രതിയുടെ മുഖം കേരളം കണ്ടു.
അപ്പോഴും ബാക്കിയാകുന്ന ചോദ്യമുണ്ട്. എല്ലാ സംവിധാനങ്ങളുമുള്ള കേരള പോലീസിനെ വെട്ടിച്ച് സുഗാന്ത് സുരേഷ് എവിടെയാണ് ഒളിവിൽ കഴിഞ്ഞത്? മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ട ഉടനെ മിന്നൽ വേഗത്തിൽ എറണാകുളത്തെ പോലീസ് സ്റ്റേഷനിൽ സുഗാന്ത് എത്തപ്പെട്ടത് എങ്ങനെയാണ്? അയാളുടെ ഒളിവ് ജീവിതം ആരുടെ തിരക്കഥയായിരുന്നു? കേരള പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഒളിവിൽ പോയതിന്റെ ക്രെഡിറ്റ് സുകുമാരക്കുറുപ്പിനാണ്. എന്നാൽ മൊബൈൽ ഫോണും ഇന്റർനെറ്റും CCTV ക്യാമറകളുമുള്ള ഈ കാലത്ത് അങ്ങനെ പോലീസിനെ വെട്ടിച്ചൊളിവിൽ കഴിയുക അത്ര എളുപ്പമല്ല. പക്ഷേ സുഗാന്തിന് അത് സാധിച്ചു. 2 മാസം ഒളിച്ചിരുന്നു. സുഗാന്തിനെ പോലീസ് ശരിക്കും പിടിക്കാതിരുന്നതാണോ, അതോ അയാളുടെ സാമർഥ്യം കൊണ്ട് പോലീസിന് പിടിക്കാൻ കഴിയാതെ പോയതാണോ? സുഗാന്തിനെ കണ്ടെത്താൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുമ്പോൾ പോലീസ് നൽകിയ വിശദീകരണം വിചിത്രമായിരുന്നു. അയാൾ IB ഉദ്യോഗസ്ഥനായതുകൊണ്ട് പോലീസിന്റെ നീക്കങ്ങളൊക്കെ അറിയാം. ഫോണും പിന്തുടരാൻ സാധ്യതയുള്ള സംവിധാനങ്ങളും ഉപേക്ഷിച്ച് അയാൾ ഒളിവിലിരിക്കുകയാണ്. ഇന്റലിജൻസ് ബ്യൂറോയുടെ പരിശീലനവും അയാളുടെ മറവ് ജീവിതത്തിന് തുണയായെന്നും പോലീസ് വിശദീകരിച്ചു. അപ്പോഴാണ് ഒരു സംശയം ഉയരുന്നത്. അയാൾ ഒളിച്ചത് ശരിക്കും കേരളത്തിൽ തന്നെയാണോ, അതോ മറ്റു സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലുമാണോ? സുഗാന്ത് എറണാകുളത്ത് തന്നെയായിരുന്നു എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന സൂചന. കുടുംബവുമായി സംസ്ഥാനം വിട്ട ശേഷം മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയിലെത്തിയതോടെ അയാൾ എറണാകുളത്തെത്തിയെന്നാണ് പോലീസിന്റെ അനുമാനം. അവിടെ ആരാണ് സഹായങ്ങൾ ചെയ്തതെന്ന ചോദ്യം ബാക്കിയാണ്. അപ്പോഴാണ് ചില സംശയങ്ങൾ ഉയരുന്നത്. ആ സമയത്ത് നമുക്ക് അങ്ങനെ ഒരു സംശയം നമുക്ക് ഉണ്ടായിട്ടില്ല. കാരണം പുള്ളിയുടെ മൊബൈൽ, വീട്ടുകാരുടെ മൊബൈൽ, അച്ഛനും അമ്മയും മോനും കൂടാണ് പോയത്. 3 പേരുടെയും മൊബൈൽ ഓഫാണ്. മൊബൈൽ ഓഫായതുകൊണ്ട് അവരെ ട്രേസ് ചെയ്യാൻ സാധിക്കുന്നില്ല. പിന്നെ അവർക്ക് ചില ഇൻഫർമേഷൻ അവനെ സഹായിക്കാൻ പൈസയൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞാൽ അമ്മാവനെ കസ്റ്റഡിയിലെടുത്ത് ആ സമയത്ത് അമ്മാവനെ അറിയാമായിരുന്നു, പിന്നെ അറിയില്ലെന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ടത് കൂടുതൽ അന്വേഷണത്തിലേക്കോ അല്ലെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുകയോ ചെയ്തില്ല. പോലീസിൻ്റെ പല കേസ് എടുത്ത് നോക്കിയാലും അവരുടെ അടുത്ത് തന്നെ ഉണ്ടാവും, പക്ഷേ ഞങ്ങൾ കണ്ടില്ല എന്നും പറഞ്ഞിട്ട് എത്രയോ കേസുണ്ട്. അപ്പോൾ പിന്നെ അത് വേറെ ഈ വക്കീലിൻ്റെ ആ രാഷ്ട്രീയ ബന്ധം തന്നെയാണ് അതിന് കാരണമെന്നാണ് ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത്. സുഗാന്ത് വൈകൃത സ്വഭാവമുള്ള ഒരു വ്യക്തിയാണെന്നാണ് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടുകളിലെ സൂചന. പോലീസ് കോടതിയിൽ സമർപ്പിച്ച ഈ റിമാൻഡ് റിപ്പോർട്ട് വായിച്ചാൽ തന്നെ മനസ്സിലാകും അയാളുടെ വിചിത്ര സ്വഭാവം. യുവതിയും സുഗാന്തും IBയിലെ പരിശീലനത്തിനായി രാജസ്ഥാനിലെ ജോധ്പൂരിലെത്തുന്നു. ഒരുമിച്ചുള്ള പരിശീലന കാലത്ത് പരിചയപ്പെടുന്നു, പ്രണയിക്കുന്നു. പരിശീലനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ രാജസ്ഥാനിലെ ഉദയ്പൂരിൽ വെച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. എറണാകുളത്ത് പ്രതിയുടെ അപ്പാർട്ട്മെന്റിൽ വെച്ചും നിരവധി തവണ പീഡിപ്പിച്ചു. യുവതി ഗർഭിണിയായി. സുഗാന്ത് നിർബന്ധിച്ച് ഗർഭചിത്രം ചെയ്യിപ്പിച്ചു. ഇതേ കാലത്ത് എമിഗ്രേഷൻ അസിസ്റ്റന്റായിരുന്ന മറ്റൊരു യുവതിയുമായും സുഗാന്തിന് പ്രണയബന്ധമുണ്ടായിരുന്നു. ആ വിവരം മറച്ചുവെച്ചാണ് മരണപ്പെട്ട IB ഉദ്യോഗസ്ഥയുമായുള്ള ബന്ധം തുടർന്നത്. അയാളുടെ വലയിലായ എമിഗ്രേഷൻ ജീവനക്കാരിയെയും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതായി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ആ യുവതിയാണ് ഈ കേസിലെ പ്രധാന സാക്ഷി. ഇതിനെല്ലാം മുമ്പ് സിവിൽ സർവീസ് പരീക്ഷയുടെ പരിശീലനത്തിന് പോയ സെൻട്രലിലെ യുവതിയുമായും സുഗാന്ത് പ്രണയബന്ധമുണ്ടാക്കി. ആ യുവതിയെയും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതായും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. ഈ നീച സ്വഭാവമുള്ള പ്രതിക്ക് ജാമ്യം നൽകുന്നതിനെ എതിർത്തുകൊണ്ട് ചില കാര്യങ്ങൾ കൂടി പോലീസ് പറയുന്നുണ്ട് റിമാൻഡ് റിപ്പോർട്ടിൽ. കാമാസക്തനായ പ്രതി കാരണം ഒരച്ഛനും അമ്മയ്ക്കും സ്വന്തം മകളെ നഷ്ടമായി. മറ്റു നിരവധി പെൺകുട്ടികൾക്കും പ്രതി മാനഹാനിയും മനോവിഷമവും നൽകിയിട്ടുണ്ട്. പ്രതി ഒരേ കാലത്ത് നിരവധി പെൺകുട്ടികളുമായി ബന്ധമുണ്ടാക്കി ലൈംഗിക ചൂഷണം നടത്തി. സ്ത്രീകൾക്കെതിരെ ഗുരുതര കുറ്റം ചെയ്തു. അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് പോലീസ് വഞ്ചൂരിലെ ഈ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. തെളിവുകൾ ഹാജരാക്കപ്പെടും, വിചാരണ നടക്കും. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് നിയമം അനുശാസിക്കുന്ന ശിക്ഷ പ്രതി സുഗാന്തിന് ലഭിക്കും. തെളിവുകൾ ദുർബലമായാൽ പ്രതിയെ വെറുതെ വിടും. പക്ഷെ അപ്പോഴും നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കൊന്നും പകരം വയ്ക്കാൻ കഴിയാത്ത ഒരു നഷ്ടമുണ്ട്. ആ അച്ഛനും അമ്മയ്ക്കും നഷ്ടപ്പെട്ട സ്വന്തം മകളെ. ആഗ്രഹിച്ച ജോലി കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്ത് വലിയ ജീവിതം സ്വപ്നം കണ്ട അവരുടെ മകൾ. ആ മകൾ ഇനി ഒരിക്കലും അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല. ഫോറൻസിക് സയൻസ് പഠിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ എങ്ങും സീറ്റ് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഉത്തർപ്രദേശിൽ കൊണ്ട് നിർത്തി അവിടെ പഠിപ്പിച്ചു. ഫോറൻസിക് സയൻസ് നോയിഡ അമിറ്റി യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അവർക്ക് ഈ ഫീൽഡിൽ വളരെ താല്പര്യമായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഇങ്ങോട്ട് തന്നെ സെലക്ട് ചെയ്തത്. അങ്ങനത്തെ കഥകൾ ഇതൊക്കെയാണ് ഇഷ്ടം. കൊച്ചുനാളിൽ അങ്ങനത്തെ ബുക്കുകളൊക്കെയാണ് വായിക്കുന്നത്. അപ്പോൾ ആ ഫീൽഡിലേക്ക് തന്നെ വന്നത് അവരുടെ ഭയങ്കര സന്തോഷമായിരുന്നു. അവർക്കത് ഇഷ്ടപ്പെട്ടു.